ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവസഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പ്രൈസലോ. ആത്മനിറവ് എന്നുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ 3 കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നത്. ഒന്നാമതായിട്ട് ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണിയെ നോക്കണമേ. പ്രൈസലോ. അവരുടെ ഭീഷണിയെ നോക്കണമേ. 2, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം. പ്രൈസലോ. അവിടെ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. പ്രൈസലോ. നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? പ്രസ്താവിക്കണം. പ്രൈസലോ. അങ്ങനെ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 30ാമത്തെ വാക്യം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കണം. ആമേൻ. അതിനു വേണ്ടി ആ വചനത്തെ അറ്റസ്റ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ വിടുതലുകൾ, അത്ഭുതങ്ങൾ അത് വീണ്ടും സംഭവിക്കണമെന്ന് അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണിയെ ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. 2, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ വെളിപ്പെടണം, അത്ഭുതവും അടയാളവും നടക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണം. പ്രൈസ് ദി ലോർഡ്. ഈ പ്രാർത്ഥനയുടെ നടുവിൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം അറിയാം. ഞാൻ പലവട്ടം പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് ആ പശ്ചാത്തലത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു മനുഷ്യനെ ആമെ സൗഖ്യമാക്കുന്നു. അതിനോടുള്ള ബന്ധത്തെങ്കിലാണ് പത്രോസും യോഹന്നാനും ആമെ പ്രൈസ് ദി, വെള്ളിയും പൊന്നുമില്ല, നസ്രയനായ യേശു കർത്താവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് ഒരു വലിയ സൗഖ്യം നടക്കുന്നു. അതാണ് അതിന്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആമേൻ അങ്ങനെ ദൈവനാമത്തിനു വേണ്ടി നിന്ന പത്രോസിനും യോഹന്നാനും എതിരായിട്ട് മത അധ്യക്ഷന്മാരൊക്കെ തിരിഞ്ഞപ്പോൾ അവർ കൂട്ടാളികളുടെ നടുവിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് അറിയാം പെന്തക്കോസ്ത് നാളിൽ ആമേൻ എന്താണ് സംഭവിച്ചത്? ആമേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2ാമത്തെ അധ്യായം നോക്കിക്കാട്ടെ. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ അധ്യായം 1ാമത്തെ വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ കൂടിയിരുന്നവര് ആമേൻ എത്ര പേരായിരുന്നു? 120 പേരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ 120 പേരിൽ ആരുണ്ടായിരുന്നു? പത്രോസും യോഹന്നാനും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവര് എന്ത് ചെയ്തു? ആത്മാവിൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്യഭാഷകളിൽ അവര് ദൈവത്തെ സ്തുതിച്ചു. 4ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച വേദഭാഗത്ത് അവര് കൂടിയിരുന്ന് ആമേൻ അവര് പറയുന്ന 3 വിഷയങ്ങൾ പറഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആമേൻ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവിടെ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നത് ആത്മനിറവ് എന്നുള്ള വാക്കാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മസ്നാനം എന്ന് പറയുന്നത് ഒരിക്കലായിട്ട് സംഭവിക്കുന്നതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്ന സമയത്ത്
സമയത്ത് പരിശുദ്ധാത്മാവ് ഏതൊക്കെ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രൈസലോ ദൈവമക്കൾക്ക് ഇനി അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പ്രൈസലോ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആത്മസ്നാനം ഒരിക്കലായിട്ടും ആത്മനിറവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും അത് സംഭവിക്കേണ്ടതാണെന്നാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസലോ, അപ്പൊ അവര് ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തില് പ്രൈസലോ ദൈവസന്നിധിയിലേക്ക് സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുകയാ. അവിടെ പ്രാർത്ഥനയുടെ ആകത്തുകയായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ള ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം. പ്രൈസലോ, ആ സമയത്ത് പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുകയാണ്. പ്രൈസലോ, അവരെല്ലാം ആത്മാവിൽ നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ. അവർ ആത്മാവിൽ നിറഞ്ഞിട്ട് ചെയ്യുന്നത് എന്താ? ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം അവർ പ്രസംഗിക്കുകയാണ്. പ്രൈസലോ, അപ്പൊ ആത്മനിറവ് അവരുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത് എന്താ? ഭയം മാറിപ്പോകുവാൻ ഇടവന്നു, ധൈര്യം ഉണ്ടാകുവാൻ ഇടവന്നു. അവര് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷികളായിട്ട് അവര് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസലോ, നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചു, ആത്മനിറവ് വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു. പ്രൈസലോ, ആമേൻ. പ്രൈസലോ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ആത്മനിറവ് എന്ന് പറയുന്നത് ഒരു ചർച്ച് ലൈഫിന് വേണ്ടി മാത്രമാണെന്നാണ് നമ്മളിൽ പലരും ചിന്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആത്മനിറവ് എന്ന് പറയുന്നത് കേവലം അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമാണെന്നാണ് നമ്മളെല്ലാം ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് 1-2 ഉദാഹരണങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആത്മനിറവ് വന്നപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചു. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആത്മനിറവ് സംഭവിച്ചിടത്ത് ജനം അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു എന്നുള്ള ദൈവവചനത്തിനകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന തെളിവാണ്. പ്രൈസലോ, ആമേൻ. ഇനി നമുക്ക് നോക്കാം. പ്രൈസലോ, അതിന്റെ 4-ാം അധ്യായം 8-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി തന്നെ നിൽക്കുകയാണ്. 4-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ. അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് പത്രോസ് എന്ത് ചെയ്യുകയാണ്? പ്രമാണിമാരോട്, മൂപ്പന്മാരോട്, മത അധ്യക്ഷന്മാരോട് പത്രോസ് സംസാരിക്കുകയാണ്. പ്രൈസലോ, എന്താണ് സംസാരിക്കുന്നത്? എന്താണ് അവർ ചോദിച്ചത്? ഏത് നാമത്തിലാണ് ഏത് ശക്തി കൊണ്ടാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് മറുപടി പറയുവാൻ പത്രോസ് എന്ത് ചെയ്യുന്നു? ആത്മാവിൽ നിറയപ്പെട്ട് അവരോട് സംസാരിച്ചു. പ്രൈസലോ, അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവവചനം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഒക്കെ സംസാരത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ നടുവിൽ നമ്മളോട് സംവാദം ചോദിക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയും നമുക്ക് എന്ത് വേണം? ആത്മനിറവ് വേണം. പ്രൈസലോ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ജഡമനുഷ്യൻ ജഡത്തിൽ സംസാരിക്കും. പ്രൈസലോ, ജഡമനുഷ്യൻ ജഡത്തിൽ പോരാടും. എന്നാൽ ആത്മനിറവുള്ള ദൈവത്തിന്റെ പൈതല് ആത്മനിറവോടെ സംസാരിക്കും. പ്രൈസലോ, ആത്മനിറവോടെ സംസാരിക്കുമ്പോൾ പ്രശ്നം ഹല്ലേലൂയ സങ്കീർണമാകുകയല്ല. ഒറ്റ വാക്കിൽ പ്രശ്നം അമർച്ച ചെയ്യപ്പെടുവാൻ ഇടവരോ, പ്രതിസന്ധികൾ മാറുവാൻ ഇടവരോ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ജഡത്തിൽ നമുക്ക് സംസാരിക്കാം, ബുദ്ധിയിൽ സംസാരിക്കാം, വികാരത്തിൽ സംസാരിക്കാം. പ്രൈസലോ, അത് പ്രശ്നത്തെ സങ്കീർണമാക്കും. എന്നാൽ ആത്മനിറവുള്ള ദൈവത്തിന്റെ പൈതല് ആത്മനിയോഗപ്രകാരം ഒരു വാക്ക് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു വലിയ അധികാരമുണ്ട്. ആ അധികാരത്തോടെ ആ വിഷയത്തിന്റെ നടുവിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മളുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാ. എന്തായാലും നമ്മൾ പെന്തക്കോസുകാരാണെന്ന് അറിയപ്പെടുന്നത്. പ്രൈസലോ, പെന്തക്കോസ് ഒരു സഭയുടെ ലേബലല്ല, പെന്തക്കോസ് ഒരു അനുഭവമാണ്. പ്രൈസലോ, ആമേൻ. ഇന്നു പകൽക്കാലം പെന്തക്കോസ് ഒരു സഭയുടെ ലേബലല്ല, പെന്തക്കോസ് ഒരു അനുഭവമാണ്. ഈ പെന്തക്കോസിന്റെ അനുഭവം ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ആമേൻ, അത് ആത്മനിറവിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ അന്യഭാഷ ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ശരിയാ. ആമേൻ. ഒരു ചർച്ച് ലൈഫും കൊണ്ട് ആ ആത്മനിറവ് അവസാനിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ നമുക്കെതിരെ ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും ആമേൻ ഒരു വ്യക്തമായ ഉത്തരം കൊടുക്കുവാൻ ആത്മനിറവുള്ള ദൈവത്തിന്റെ മക്കൾക്ക് സാധ്യമാകുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തും.
ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ ആമേൻ. ഇനി അടുത്തൊരു കാര്യം, 6-ാം അധ്യായം 3-ാമത്തെ വേദഭാഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അതിനെ ഒന്ന് ചിന്തിക്കുവാൻ ഇടവന്നു. 6-ാം അധ്യായം 3-ാമത്തെ വേദഭാഗം. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. പ്രൈസലോ. നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളാണ്. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാർ. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുക്കുന്നത്? മേശമേലുള്ള ശുശ്രൂഷയ്ക്കായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനകത്തൊരു വ്യക്തിയാണ് സ്തെഫാനോസ്. പ്രൈസലോ ആമേൻ. എങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കണമെന്ന? ആത്മാ നിറവുള്ള, ഹല്ലേലൂയ, ആത്മാവുള്ള ജ്ഞാനവും നിറഞ്ഞ, ആത്മനിറവും ജ്ഞാനത്തിൻ്റെ നിറവുമുള്ള 7 പേരെ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. പ്രൈസലോ. എന്തിനാണ്? ആമേൻ. ആ മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് ആത്മനിറവിൻ്റെ ആവശ്യം. പ്രൈസലോ. അവിടെ നടന്ന സംഭവം എന്താണ്? ആമേൻ. പ്രൈസലോ. 2 യഹൂദ വിശ്വാസികളുണ്ട്, ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളുണ്ട്, യവനായ വിശ്വാസികളുണ്ട്. യവനായ വിശ്വാസികളിലെ വിധവമാർക്ക് ആഹാരം വിളമ്പി കൊടുക്കുമ്പോൾ യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ മതത്തിലേക്ക് വന്നവർ എന്ത് ചെയ്യുന്നില്ല? ആമേൻ. അവർക്ക് വേണ്ടതുപോലെ ആഹാരം വിളമ്പി കൊടുക്കുന്നില്ല. ഇതാ വിഷയം. പ്രൈസലോ. ഈ വിഷയത്തെ പരിഹരിക്കാൻ 7 പേരെ തിരഞ്ഞെടുത്തപ്പോൾ പറയുകയാ, ആത്മനിറവുള്ളവരെ തിരഞ്ഞെടുക്കണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ആത്മനിറവുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ പക്ഷാഭേദം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ആത്മനിറവുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ പക്ഷാഭേദം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പക്ഷാഭേദം ഉണ്ടാകത്തില്ല. ആമേ. പ്രൈസലോ. നമ്മൾ ഇടപെടുന്നതിനകത്ത് വേർതിരിവുണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ വേർതിരിവുണ്ടാകത്തില്ല. കാരണം എന്താണ്? ആത്മാവ് ശിഥിലമാക്കുന്ന ആത്മാവല്ല, ആത്മാവ് ഒരുമിപ്പിക്കുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം കഴിയുന്നു? പ്രൈസലോ. അപ്പൊ ആത്മനിറവുള്ളവരെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നു. എന്തിനു വേണ്ടി? മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി. എന്തിനാണ്? ആമേൻ. അതിന് ഇച്ചിരി ആരോഗ്യമുള്ളവരെ തിരഞ്ഞെടുത്താൽ മതിയില്ലേ? പ്രൈസലോ. അല്ലെങ്കിൽ ഓടിച്ചാടി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെ തിരഞ്ഞെടുത്താൽ മതിയില്ലേ? പ്രൈസലോ. ഇല്ല. ആമേൻ. ആരോഗ്യമല്ല പ്രശ്നം, ഓടിച്ചാടി ചെയ്യുന്നതല്ല പ്രശ്നം. ആമേൻ. പ്രൈസലോ. നല്ല മനസ്സോടെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അത് ചെയ്യണമെങ്കിൽ ആമേൻ, നമ്മുടെ ജഡത്തിൽ അത് സാധ്യമല്ല. ദൈവമക്കളെ, ആത്മാവിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. 11-ാം അധ്യായം 24-ാമത്തെ വേദഭാഗം. അപ്പോസ്തല പ്രവൃത്തി തന്നെയാണ്. 11-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വേദഭാഗം. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. പ്രൈസലോ. ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയാമോ? ബർന്നബാസിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസലോ. ആമേൻ. 11-ാം അധ്യായം 19-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത്, സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവ ഹേതുവായി ചിതറിപ്പോയ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിലേക്ക് ആമേ സഞ്ചരിക്കുകയാണ്. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ച് സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടുകൂടി ഉണ്ടായിരുന്നു. വലിയ കൂട്ടം വിശ്വസിച്ചു. ഇത് യെരുശലേമിലെ സഭ അറിഞ്ഞപ്പോൾ ബർന്നബാസിനെ അന്ത്യോക്യോളം പറഞ്ഞു വിടുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ആമേൻ. അവരെ വചനത്തിൽ ഉറപ്പിക്കാൻ. ആ ബർന്നബാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, അവൻ ആത്മനിറവുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പറയുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ, പ്രബോധിപ്പിക്കുവാൻ, അവരെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു നിർത്തുവാൻ, അവരെ വചനത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ആമേൻ നമുക്ക് എന്തു വേണം? ആത്മനിറവിൻ്റെ ഒരു ജീവിതം ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസലോ. ആമേൻ. നമുക്ക് അറിവുകൾ നേടാം, ആമേൻ, ജ്ഞാനം നേടാം, വായിച്ചു കഴിഞ്ഞാൽ അറിവുകളെ സമ്പാദിക്കുക, ഇതെല്ലാം നല്ല കാര്യം. എന്നാൽ അതിൻ്റെ പിന്നിൽ ആത്മനിറവും കൂടെ നമുക്കുണ്ടെങ്കിൽ ആമേൻ, പ്രൈസലോ, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും വാക്യങ്ങളും ആമേൻ അനേകരുടെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്തുവാൻ ഇടവരുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആത്മനിറവ്, ആത്മനിറവ്, ആത്മനിറവെന്ന് അവിടെ എല്ലാം ആവർത്തിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസലോ. 13-ാമത്തെ അധ്യായം 9-ാമത്തെ വേദഭാഗം. 13-ാം
അധ്യായം അതിൻ്റെ 9 വേദഭാഗം. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗല് പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ നോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെ ശത്രുവേ, കർത്താവിന്റെ വഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? പ്രൈസലോ, നമുക്കറിയാവുന്ന ഭാഗമാണ്. പ്രൈസലോ, അവിടെ ആമേൻ, പ്രൈസലോ, ഹല്ലേലൂയ, ആമേൻ. സെർഗിയോസ് പൗലോസ് ആമേൻ എന്ന് പറയുന്ന ഒരു ദേശാധിപതി ദൈവത്തിന്റെ വചനം കേൾക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന എലിമാസ് ആമേൻ എന്ന അർത്ഥം വരുന്ന ആമേൻ ഒരു വിദ്വാൻ എന്ത് ചെയ്യുകയാണ്? അതിനെ തടയുകയാണ്. പ്രൈസലോ, അങ്ങനെ തടഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഈ ആമേൻ ദേശാധിപതിയിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടേണ്ടത് ആമേൻ തടയുവാൻ ശ്രമിച്ചപ്പോൾ ആമേൻ പൗലോസ് ആത്മനിറവോടെ അവനെ റിബ്യൂക്ക് ചെയ്യുന്നതാണ്, അവനെ തടയുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസലോ, ആമേൻ. നോക്കുക, ആത്മനിറവോടെ ദൈവവചനത്തിന് എതിരായിട്ട്, ദൈവപ്രവൃത്തിക്കെതിരായിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളെ ആമേൻ ശാസിക്കുകയാണ്, ആമേൻ അതിനെ നീക്കുകയാണ്. പ്രൈസലോ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്ക് തടസ്സമായി, ദൈവസഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായി, വചനത്തിന്റെ വിടുതലിന് തടസ്സമായി, ദൈവമക്കളെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന തടസ്സമായി വ്യാപരിച്ച് നിൽക്കുന്ന അന്ധകാര ശക്തികളെ, ദേശവ്യാപാരങ്ങളെ, ഇരുളിന്റെ മണ്ഡലങ്ങളെ ആത്മാവിന്റെ അധികാരത്തോടെ ആമേൻ ശാസിക്കുക. ഇന്ന് പകൽക്കാല ആമേൻ കഴിയുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അധികാരമുള്ള യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ ഇന്ന് പകൽക്കാല ദൈവസഭയ്ക്കെതിരായിട്ട്, ആ സഭയുടെ വളർച്ചയ്ക്കെതിരായിട്ട്, ആത്മാക്കളുടെ വിടുതലിനെതിരായിട്ട്, സ്നാനങ്ങൾ നടക്കുന്നത് തടസ്സമായിട്ട് ദേശത്തുനിന്ന് വ്യാപരിക്കുന്ന എല്ലാ ഇരുളിന്റെ ശക്തികളെയും അധികാരമുള്ള യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ ശാസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ജയമെടുത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകും എന്തിനാണ് ആ വ്യക്തിയെ പൗലോസ് ശാസിക്കുന്നത്? പൗലോസിന് മനസ്സിൽ അവൻ്റെ മേൽ വ്യാപരിക്കുന്നത് ദൈവവചനത്തെ തടസ്സം ചെയ്യുന്ന ഒരു ആത്മാവ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിനെ ശാസിച്ച് അവിടെ ജയമെടുക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. 7-ാം അധ്യായം 55 വേദഭാഗം. 7-ാം അധ്യായം 55 വേദഭാഗം. പ്രൈസ് ദി ലോർഡ്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവാത്മാവും ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭൂമിയിൽ കല്ലുകൾ എടുത്തുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുവാൻ നിൽക്കുന്ന ഒരു സമൂഹത്തെ കാണുന്നത്. എന്നാൽ ആമേൻ ആത്മനിറവോടെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന യേശുവിനെ അവൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മളിൽ ആത്മനിറവുണ്ടെങ്കിൽ ഹല്ലേലൂയ, സാഹചര്യങ്ങൾ നമ്മളെ തളർത്തത്തില്ല, സാഹചര്യങ്ങൾ നമ്മളെ തകർക്കത്തില്ല. മറിച്ച് സാഹചര്യങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാല ശക്തമായി നമ്മുടെ ജീവിതത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാല ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നുണ്ട്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആത്മനിറവിന്റെ അനുഭവത്തിൽ അന്യഭാഷകൾ ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കും. അവിടം കൊണ്ട് തീരുന്നില്ല. ആത്മനിറവുള്ള ദൈവത്തിന്റെ പൈതല് ആമേൻ ഏത് സാഹചര്യത്തിന്റെ നടുവിലും ദൈവവചനപ്രകാരം ദൈവഹിത പ്രകാരം സംസാരിക്കുവാൻ അവന്റെ അധരങ്ങളെ ദൈവം ബലപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവിന്ന് പകൽക്കാലം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. അവന്റെ പ്രവർത്തിക്കകത്തൊരു വ്യത്യാസമുണ്ട്. അവന് വേർതിരിവിന്റെ ചിന്തകളില്ല. അവനെല്ലാവരും ഒരുപോലെ കാണുവാൻ ഇടവരും. കാരണം പരിശുദ്ധാത്മാവ് ആമേ പ്രൈസ് ഓരോരുത്തരെയും ആമേ ചേർത്ത് ആമേ ഇണക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഒരുമിച്ച് നിർത്തുന്നതാ പരിശുദ്ധാത്മാവ്. ആമേൻ. ഇന്നു പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത് ഹല്ലേലൂയ, ആമേൻ, എല്ലാവരോടും ഒരേ
മനോഭാവം, പ്രൈസലോ ആമേൻ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങള് ആമേൻ നിറവടിയായി ചെയ്യുവാൻ ഒരു ബർന്നബാസ് ആത്മനിറവോടെ നിന്നതുപോലെ ഇന്ന് പകൽക്കാലം ആത്മനിറവോടെ നിന്നാൽ, ഹല്ലേലൂയ, ചിലതിനെയൊക്കെ പ്രബോധിപ്പിക്കുക, ചിലതിനെയൊക്കെ വചനത്തിൽ ഉറപ്പിക്കുക, ചിലതിനെയൊക്കെ ശക്തീകരിക്കുക. ദൈവം നമുക്ക് ആമേൻ ഇടവരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. ആത്മനിറവുണ്ടെങ്കിൽ ആമേൻ വചനത്തിനെതിരെ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അതിനെ അധികാരത്തോടെ ശാസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, കല്ലുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന അനേകർ നമ്മുടെ ചുറ്റിനുമുണ്ടാകുക. എന്നാൽ ആത്മനിറവുള്ള ദൈവത്തിന്റെ പൈതൽ സാഹചര്യത്തെ കണ്ട് നിരാശപ്പെടുകയല്ല. അവന്റെ കണ്ണുകളിൽ ആമേൻ കർത്താവിന്റെ ദർശനം ആമേൻ ലഭിക്കുവാൻ ഇടവരും. ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് അവൻ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. ദൈവമക്കളെ ഒന്ന് ശ്രദ്ധിക്കണമേ. പ്രൈസലോ. ഈ പത്രോസിനെ നമുക്കറിയാം. പത്രോസ് ആരായിരുന്നു? ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. പ്രൈസലോ. ആമേ, പത്രോസിന്റെ ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു? ഭയമുണ്ടായി. യേശുവിന്റെ കൂടെ ഉള്ള വ്യക്തിയാണെന്ന് പറയാൻ ഭയം ഉണ്ടായിരുന്നു. പ്രൈസലോ. ഫിലിപ്പോസ് ആരായിരുന്നു? ഫിലിപ്പോസെ ഇവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് എന്നെ പറഞ്ഞു, കർത്താവേ, ഈ കയ്യിലുള്ളത് കൊണ്ട് ഇവർക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഈ തോമസ് ആരായിരുന്നു? ഞാൻ കർത്താവിനെ കണ്ടിട്ടല്ലാതെ. ഇവരെല്ലാം ആത്മനിറവിലേക്ക് വന്നപ്പോൾ പത്രോസിൻ്റെ അകത്തുള്ള ഭയം പോയി, തോമസിൻ്റെ അകത്തുള്ള അവിശ്വാസം പോയി, ഫിലിപ്പോസിൻ്റെ അകത്തുള്ള വിശ്വാസത്തിൻ്റെ ആ ക്ഷീണം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, മാറി. പ്രൈസ് ദി ലോർഡ്. ഇവരെല്ലാം ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഇവർ ലോകത്തെ തിരിച്ചു വെക്കുന്ന അപ്പോസ്തലന്മാരാക്കി. ആത്മനിറവിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ ഭയമുള്ള വ്യക്തിയാണ്, എന്നിൽ ആത്മാവ് നിറഞ്ഞ പിന്നെ ഭയത്തിനിരിക്കാൻ ഇടയില്ല. സ്തോത്രം. ഞാൻ നിരാശയുള്ളൊരു വ്യക്തിയാണ്, എന്നിൽ ആത്മനിറവുണ്ടെങ്കിൽ നിരാശ പിന്നെ എവിടെ ഇരിക്കും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ദൈവമക്കളെ? നമ്മളിൽ ഇന്ന് പകൽക്കാലം നിറയേണ്ടത് ഭയമല്ല. ഹല്ലേലൂയ. നമ്മളിൽ നിറയേണ്ടത് നിരാശയല്ല, നമ്മളിൽ വേദനയല്ല, ദുഃഖമല്ല. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ നിറയേണ്ടത് ആത്മാവിന്റെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ പ്രവൃത്തിയാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാ. അത് തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:6 ഒരുമിച്ച് കൂടി ഇരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിന്മേൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ആമേൻ. ഈ കാലത്തിലോ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത്. ഇത് ആരുടെ മനസ്സിലുള്ള കാര്യമാണ്? പിതാവിൻ്റെ മനസ്സിലുള്ള. ഇത് നിങ്ങൾ അറിയണ്ട. പ്രൈസ്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തരും. കർത്താവ് ഇന്നാണോ രാജ്യം സ്ഥാപിക്കുന്നത്? ഞങ്ങൾ കസേരയായിട്ട് റെഡിയായിട്ട് നിൽക്കുക, ഞങ്ങൾക്കെല്ലാം ആമേൻ ഇടത്തും വലത്തും ഒക്കെ ഇരിക്കണം. പ്രൈസൽ. ഇന്നാണോ? പ്രൈസൽ. കർത്താവ് പറയുക, ആമേൻ, ഇത് പിതാവിൻ്റെ ഹൃദയത്തിലുള്ള കാര്യമാണ്. പ്രൈസലോ. നിങ്ങൾക്കൊരു വലിയ ദൗത്യമുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് പ്രാപിച്ചിട്ട് ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരണം. പ്രൈസലോ. ഞാനാണോ വലിയവൻ? ആമേൻ. എനിക്കാണോ നല്ല പൊസിഷൻ? ആമേൻ. എന്നെയാണോ എല്ലാവരും ബഹുമാനിക്കുന്നത്? ആമേൻ. ഈ ചിന്തയെല്ലാം വിട്ടിട്ട് കർത്താവിന് വേണ്ടി സാക്ഷികളായി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി മരിക്കുവാൻ ആ ശിഷ്യന്മാർ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ പിന്നിലെ കാരണം അവർ ആത്മാവിൽ നിറയപ്പെടുവാൻ ഇടവന്നു. ആത്മാവിൽ നിറയപ്പെട്ടപ്പോ വ്യത്യസ്തമായ ചിന്തകളില്ല, വ്യത്യസ്തമായ ഭാവങ്ങളില്ല. ആത്മാവ് അവരെ ഒരു ഫെലോഷിപ്പിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ ഇടവന്നുവെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മനിറവുണ്ടെങ്കിൽ സാക്ഷികളായി നിൽക്കും. പ്രൈസ്. ആത്മനിറവുണ്ടെങ്കിൽ ഫെലോഷിപ്പ്, അവർ ഒരുമനപ്പെട്ട് ഒരു മനസ്സോടെ അവർക്കുള്ളതെല്ലാം കൊണ്ടുവന്നിട്ട് അവർ വേർതിരിവില്ല. ആമേ. പ്രൈസിൽ എല്ലാവരും ഒരുപോലെ ആയിത്തീർന്നു. ആത്മാവ് ഭിന്നിപ്പിക്കുകയല്ല, ആത്മാവ് ഒരുമനപ്പെടുത്തും. ഹല്ലേലൂയ. ഒരു മനസ്സിലേക്ക് ആത്മാവ് നമ്മളെ കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ആത്മാവിന്റെ നിറവ്. ഹല്ലേലൂയ. ദൈവ സഭയ്ക്ക് കൊടുത്ത ഗ്രോത്ത് ശ്രദ്ധിക്കണം. 3000. പ്രൈസ് ദി ലോർഡ്.
5000. പ്രൈസലോ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മൾ തടോട്ട് വടിച്ചു വരുമ്പോൾ മൾട്ടിപ്പിളായിട്ട് ഹല്ലേലൂയ ജനം സഭയുടെ ഭാഗമായി തീരുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം 10 വർഷം കൊണ്ട് ഒരു കുടുംബം വരുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഹല്ലേലൂയ. ഈ കോട്ടയം പട്ടണത്തിനകത്ത് ഹല്ലേലൂയ ഇരുളിലും അന്ധകാരത്തിലും നിത്യനായി വിധിക്കും അടിമപ്പെട്ട അനേക കുടുംബങ്ങൾ കിടക്കുമ്പോൾ പെന്തക്കോസുകാരെന്ന് വിളിപ്പേരുള്ള ദൈവമക്കളെ, നമ്മളിൽ ആത്മാവിന്റെ ഒരു നിറവ് യഥാർത്ഥത്തിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ആത്മനിറവോടെ ഈ ദേശത്തിന്റെ നടുവിൽ അന്ധകാര കോട്ടകൾക്ക് മുകളിൽ ദേശവ്യാപാരങ്ങൾക്ക് മുകളിൽ ജയമെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു 3000 വരും, 5000 വരും. ഈ സഭയ്ക്കകത്തിരിക്കുവാൻ ഇടമില്ലാതെ ദൈവം ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? എൻ്റെ ഹൃദയത്തിലുള്ള അവിശ്വാസം ആത്മനിറവോടെ മാറുവാൻ ഇടവരണം. നിങ്ങളുടെ ഹൃദയത്തിലുള്ള നിരാശ ആത്മനിറവോടെ മാറണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാളുടെ ഹൃദയത്തിലുള്ള വേദന മാറണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ആത്മാവിനാൽ ഒന്ന് ഹല്ലേലൂയ ഏകീഭവിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ? ആത്മാശക്തിയുടെ വ്യാപാരം നമ്മുടെ മധ്യത്തിങ്കൽ സംഭവിക്കും. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ നിറയപ്പെട്ട ഒരു ദൈവവൈതല് കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കും. ഹല്ലേലൂയ. ആത്മാവിൽ നിറയപ്പെട്ട ഒരു ദൈവവൈതല് ഒന്ന് കരങ്ങൾ കോർത്ത് ഒരുമനപ്പെട്ട ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കൂ. ആത്മാവിൽ നിറഞ്ഞ ദൈവമക്കളെ, നമ്മുടെ മധ്യത്തിങ്കൽ ഒരു വലിയ ദൈവ പ്രവൃത്തി കാണുവാൻ ഇടവരുമെന്ന് വചന ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ആത്മനിറവ് ഒരു ചർച്ച് ലൈഫിന് വേണ്ടി മാത്രമുള്ളതല്ല. സ്തോത്രം. എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. സ്തോത്രം. 5-ാം അധ്യായം അതിൻ്റെ 18 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവോടെ പ്രൈസ് ദി ലോർഡ് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യണം. ഹൃദയത്തിൽ കർത്താവിന് പാടണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുക വീണ്ടും. പ്രൈസ് ദി ലോർഡ്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാ വാ സംസാരിക്കുന്നത്. എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണമെങ്കിൽ ഹൃദയത്തിൽ എന്ത് നിറയണം? സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യാം. എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യണം. നമുക്കത് തിന്മയാണെന്ന് തോന്നും, അതിന് സ്തോത്രം ചെയ്യണം. അതിന് സ്തോത്രം ചെയ്യണമെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനാൽ നിറയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. അത് കഴിഞ്ഞ് നമ്മൾ കല്യാണത്തിന് പ്രസംഗിക്കുന്ന ഭാഗങ്ങളാണ്. ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, മക്കളെ, ദാസന്മാരെ, യജമാനന്മാരെ. സ്തോത്രം. ഏതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്? ആത്മനിറവിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്. സ്തോത്രം. ദൈവമക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. സ്തോത്രം. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക, ഭാര്യമാരെ സ്നേഹിക്കുക. ഇത് നമുക്ക് സാധ്യമാണോ ദൈവമക്കളെ? സ്തോത്രം. ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ സഭ എങ്ങനെ കർത്താവിന് കീഴടങ്ങിയിരിക്കുന്നുവോ അതുപോലെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കാൻ പറ്റും. ആത്മനിറവിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിച്ചോ അങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കാൻ പറ്റും. എത്ര പേർക്ക് മനസ്സിലാകും? സ്തോത്രം. മക്കളെ,
നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരെ ബഹുമാനിക്കണം. സ്തോത്രം. അപ്പം ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോയിട്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, അപ്പനോട് തർക്കിക്കുന്ന ഒരു മകനല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പനെ അമ്മയെ ബഹുമാനിക്കണം, അനുസരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ആവശ്യമാണ്. സ്തോത്രം. അകത്ത് ആത്മാവുണ്ടെങ്കിൽ അപ്പനെ അമ്മയെ അനുസരിക്കാൻ പറ്റും, അവരെ ബഹുമാനിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടി അനുസരിപ്പീൻ. അപ്പം ദാസന്മാരോട് പറയും, യജമാനന്മാരെ ക്രിസ്തുവിനെ പോലെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് സാധാരണ ഒരു മനുഷ്യന് സാധിക്കുമോ? ദൈവമക്കളെ, ഇതൊരു ദൈവ പൈതലിനെ സാധിക്കത്തുള്ളൂ. ഒരു ദൈവ പൈതലിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ. ആമേൻ. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. യജമാനനെ പ്രസാദിപ്പിക്കാൻ ഒരു ദൃഷ്ടി സേവ ചെയ്യുകയല്ല, പ്രൈസ് ദി ലോർഡ്, മറിച്ച് മനസ്സോടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ആത്മനിറവ് വേണ്ടത് കുടുംബത്തിനകത്താ, ആത്മനിറവ് വേണ്ടത് വർക്ക് പ്ലേസിലാ, ആത്മനിറവ് വേണ്ടത് നാമായിരിക്കുന്ന സമൂഹത്തിൻ്റെ നടുവിലാ. ആമേ, പലപ്പോഴും ആത്മനിറവ് ഒരു സഭയ്ക്കകത്ത് മാത്രം അവസാനിപ്പിച്ച് നമ്മൾ പോകുമ്പോൾ, ആമേൻ, 2 അന്യഭാഷ പറഞ്ഞിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ. കുടുംബ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ആത്മനിറവുള്ളവർ ഒരുമനപ്പെട്ട് ജീവിക്കുമ്പോൾ അവിടെ സ്നേഹമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സമർപ്പണമുണ്ട്, അവിടെ ആരാധനയുണ്ട്, അവിടെ മക്കള് അപ്പനെ അമ്മയെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവർ പോകുന്ന വർക്ക് പ്ലേസിൽ യജമാനനെ പ്രസാദിപ്പിക്കും വേണ്ടി ഒരു കാര്യം ചെയ്യുകയല്ല, മറിച്ച് ഇതെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ആമേ ബോധ്യത്തോടു കൂടി ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ജോലി, എൻ്റെ ജോലിയായത്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന് ജോലിയല്ല, ഒരു ദൈവ പൈതലിന് സർവീസാ. സ്തോത്രം. ലോകത്തിൽ എവിടെയാക്കി ദൈവം നമ്മളെ വെച്ചാലും ഇതൊരു വലിയ സർവീസാണ്. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്യണം. യെസ്. അടുത്ത ഭാഗം അമ്മ ശ്രദ്ധിച്ചേ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. നമ്മൾ എന്തു ചെയ്താലും അത് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും. കർത്താവിനെന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ കർത്താവ് ചെയ്തതുപോലെ ചെയ്യണം. ഇത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴും അന്യഭാഷ എന്ന് കേൾക്കുമ്പോഴും ആത്മനിറവെന്ന് കേൾക്കുമ്പോഴും ഒക്കെ ഇത് നമുക്കങ്ങ് താല്പര്യമില്ലാത്തതായി നമ്മൾ തള്ളിക്കളയാറുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുകയാണ്, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ, പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി തരുവാൻ ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനം നമ്മൾ അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. സ്തോത്രം. കണ്ണുകളടച്ച് എല്ലാവരും ദൈവസന്നിധിയിൽ ആമേൻ അല്പസമയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. സ്തോത്രം. അല്പസമയം എല്ലാവരും അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആർക്കെങ്കിലും കുടുംബ ജീവിതത്തിനകത്ത് ബോറടിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ഒരു കുടുംബം എനിക്ക് വേണ്ടെന്ന് ചിന്തിച്ചു പോയ സാഹചര്യമുണ്ടോ? ഹല്ലേലൂയ. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു ജോലി എനിക്ക് എന്തിനാ തന്നത് എന്ന് ചിന്തിച്ചു പോയ സാഹചര്യമുണ്ടോ? ഇന്ന് പകൽക്കാലം വചനത്തിന് ശക്തമായി പറയാനുള്ളത്, ആമേൻ, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. ആത്മാവിൻ്റെ നിറവോടെ, ആമേൻ, ആത്മാവിന്റെ നിറവോടെ. ഹല്ലേലൂയ. ആത്മനിറവ് വരുന്നിടത്ത് ആമേൻ പ്രൈസ് ദി ലോർഡ് ഭയത്തിന് പിന്നെ സ്ഥാനമില്ല. ആത്മനിറവ് വരുന്നിടത്ത് പിണക്കത്തിന് സ്ഥാനമില്ല. ആത്മനിറവ് വരുന്നിടത്ത് നിരാശയ്ക്ക് സ്ഥാനമില്ല. ആത്മനിറവ് വരുന്നിടത്ത് ക്ഷീണമില്ല. അവര് ശക്തിപ്പെടുവാൻ ഇടവരോ, അവര് ബലപ്പെടുവാൻ ഇടവരോ, ഏത് സാഹചര്യങ്ങളുടെ നടുവിലോ അവര് കർത്താവിനെ കാണുവാൻ ഇടവരോ. ഈ ജോലി എനിക്ക് ദൈവം തന്നതാണെങ്കിൽ ആ ജോലി മേഖലകളിൽ ആമേ കടന്നു വരുന്ന ഏത് കല്ലേറിന്റെ നടുവിലോ ആമേൻ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിനെ ഞാൻ ഇന്ന് പകൽക്കാലം കാണുകയാ.
കുടുംബത്തിനകത്ത് എനിക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങള് ആമേ പ്രൈസ്, ഇങ്ങനെ ഒരു ഭാര്യയാണോ എനിക്ക് തന്നത്, ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് തന്നത്, ആമേ ബന്ധങ്ങള് ദൃഢമാകാതെ അതിനകത്ത് ഈർഷ്യകൾ, പിണക്കങ്ങള്, ഇന്ന് പകൽക്കാലം അത് മാറണമെങ്കിൽ ദൈവമക്കളെ ആത്മാവിൽ നിറയപ്പെടട്ടെ, ആത്മാവിൽ നിറയപ്പെടട്ടെ. ആത്മാവിൽ നിറയപ്പെടുന്നിടത്ത് ഐക്യത ഉണ്ടാകുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചന ശക്തമായിട്ട് ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. ഉരബലവ ശംദലരാജകശ്രിയാദന ഔഡംബലവന ഗദലക ജൂബന രഗത്യാരവ ശംദലരാജശ്രിയാദന ഔഡവനഗ രഗംദരക ബനഗദരഗജാര ശംദലബലബലബലബല ഉലഗബല ദിഗദരഗജാര ശംദലരാജ ശൗഡവനഗദരജാര. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അത് ചർച്ചിനകത്ത് വരുമ്പോൾ മാത്രം വന്നു കയറുന്ന ഒരു ആത്മാവല്ല, നിങ്ങളിൽ ഇരിക്കുന്ന ആത്മാവ്. നിങ്ങൾ എവിടെയൊക്കെ പോയാലോ ആത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലം തിരിച്ചറിയാ. ദൈവമക്കളെ, നമുക്ക് ഇടവരട്ടെ എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയോ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ അല്പസമയം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവര് അല്പസമയം അന്യഭാഷകളിൽ ആരാധിച്ചാട്ടെ. ആമേ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവര് അല്പസമയം കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. നിങ്ങളുടെ ശരീരങ്ങൾ ആത്മാവിന് വിട്ടുകൊടുക്ക്. ആത്മാവ് ഇന്ന് പകൽക്കാലം നിയന്ത്രിക്കട്ടെ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ദൈവസഭയ്ക്കകത്ത് ശക്തിയോടെ വെളിപ്പെടട്ടെ. ശബന ഹത്തുന രഗദലക ജാര ശംദലരാജ ഔഡബ നഗദലക ജീവക രഗത്യാരബലബ ശംദലരാജ ഔഡബ നഗദലക ജീവന ഔഡബ നഗദലക ജാര ശ്രീയാദന. ആത്മാവുള്ളിടത്ത് ഐക്യതയുണ്ട്, ആത്മാവുള്ളിടത്ത് ശുദ്ധീകരണമുണ്ട്, ആത്മാവുള്ളിടത്ത് വർധനവുണ്ട്, ആത്മാവുള്ളിടത്ത് ദൈവപ്രവൃത്തിയുണ്ട്, ആത്മാവുള്ളിടത്ത് ദൈവത്തിന്റെ കരുത്തിന്റെ വിടുതലുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. ആമേൻ. ആത്മാവുള്ളിടത്ത് വചനം ധൈര്യത്തോടെ ആമേൻ പ്രസംഗിക്കപ്പെടുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവേ, ഭയപ്പെടുന്ന മണ്ഡലങ്ങളുണ്ട്, എന്നാൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കരത്തിന്റെ വിടുതല് ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണം. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. ഇന്ന് പകൽക്കാലം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമൊന്ന് ചലിച്ചു തുടങ്ങിയാൽ സ്തോത്രം. ആമേൻ. റൂഖാബാന ശംദലരാജസിയാദന. ഏത് സാഹചര്യങ്ങളുടെ നടുവിലും അതൊരു വിടുതൽ നമുക്ക് കൊണ്ടുവന്ന് തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാ. ഞങ്ങൾക്കൊരു ദൈവപ്രവൃത്തി ഉണ്ട് കർത്താവേ. ഞങ്ങൾക്ക് വചനം പ്രസംഗിക്കണം, ഞങ്ങൾക്ക് സാക്ഷികളായിട്ട് നിൽക്കണം. ഓ, അനേകരെ കർത്താവിന് വേണ്ടി ഞങ്ങൾക്ക് നേടണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഞങ്ങളുടെ കഴിവ് കൊണ്ട് സാധ്യമല്ല, ഞങ്ങളുടെ അറിവ് കൊണ്ട് സാധ്യമല്ല. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വേണം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ചലനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉലവലവ ശംദലരാജശ്രീയാദന അത്തുനാ രഗംബലബലബലബ ശൗഡബനഗദലജാരശ്രീയാദന അത്തുനാ രഗബനഗദലഗ ജീവന ഹൗഡബനഗദലഗ ജാരശ്രീയാദന അംദന ബൗഡബനഗദലഗ ജീവന ബൗഡബനഗദലഗ ജാരശ്രീയാദന അംദന രഗദലഗ ജാരവ ശൗഡബനഗദലഗ ജീവന ബൗഡബനഗദല ജാര അത്തുനാ രഗദലഗദലഗ ജീവന ബൗഡബനഗദല ജാരശ്രീയാദന. ലാസർ ഉയർക്കണമെങ്കിൽ പുനരുത്ഥാനത്തിന് ശക്തി അവിടെ വെളിപ്പെടണം. ഹല്ലേലൂയ. ലാസർ ഉയർക്കണമെങ്കിൽ അധികാരത്തോടെ കൽപ്പിക്കുന്നവൻ ആമേൻ അവിടെ വെളിപ്പെടുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആമേൻ മരണകരമായ സാഹചര്യങ്ങളിൽ ഒരു ഉയർപ്പ് വെളിപ്പെടണമെങ്കിൽ പുനരുത്ഥാനത്തിന് ശക്തി ആ കല്ലറയ്ക്കകത്ത് വെളിപ്പെടുവാൻ ഇടവരണം. പ്രൈസ് ദി ലോർഡ്.